പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വേട്ടമുക്ക് എന്ന സ്ഥലത്താണ്. എൻ്റെ തൊട്ടു പുറകിൽ കാണുന്ന ഈ ചുമട് താങ്ങി 500 വർഷത്തോളം പഴക്കമുണ്ടത്രേ. ഈ ചുവട് താങ്ങിക്കുമുണ്ട് ചരിത്രങ്ങൾ പറയാം. തിരുവനന്തപുരം ജില്ലയിലെ തിരുമലയ്ക്കടുത്തുള്ള വേട്ടമുക്ക് എന്ന സ്ഥലത്തുള്ള ചുമട് താങ്ങിക്ക് ചരിത്രപരമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് വാഹന സൗകര്യങ്ങൾ കുറവായതിനാൽ കാൽനടയായി ഭാരം ചുമന്നുകൊണ്ട് ദീർഘദൂരം സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്കും ചുമട്ടുകാർക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ട വിശ്രമ കേന്ദ്രങ്ങളാണിവ. വേട്ടമുക്കിലെ ഈ ചുമട് താങ്ങി തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഏകദേശം 5 അടിയിലധികം ഉയരമുള്ള ഈ കൽത്തൂണുകൾക്ക് മുകളിൽ വലിയൊരു കല്ല് കുറുകെ വെച്ച നിലയിലാണ് ഇതിൻ്റെ ഘടന. മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ തലയിലെ ഭാരം ഇറക്കി വയ്ക്കാനും വിശ്രമശേഷം തിരികെ തലയിലേക്ക് എടുക്കുവാനും സാധിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഉയരം ക്രമീകരിച്ചിരിക്കുന്നത്. തിരുമല വേട്ടമുക്ക് പ്രദേശം പണ്ട് ഒരു പ്രധാന വ്യാപാര പാതയുടെ ഭാഗമായിരുന്നു. നഗരത്തിലേക്ക് ചരക്കുകളുമായി പോകുന്നവർക്ക് ആശ്വാസമേകാനാണ് ഇത് സ്ഥാപിച്ചത്. സാധാരണയായി ഇത്തരം ചുമടുതാങ്ങികൾക്ക് സമീപം തണ്ണീർപ്പന്തലുകൾ, വെള്ളം കുടിക്കാനുള്ള സ്ഥലം, വിശ്രമിക്കാനുള്ള വഴിയമ്പലവും ആ കാലത്തുണ്ടായിരുന്നു അത്രേ. വേട്ടമുക്ക് എന്ന് പേര് വരാൻ കാരണം പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ വേട്ടയ്ക്കായി ഈ പ്രദേശത്ത് എത്താറുണ്ടായിരുന്നു എന്ന ഐതിഹ്യമാണ്. രാജാവിൻ്റെ വേട്ടയാത്രയ്ക്കിടയിലും സൈന്യത്തിനും മറ്റും വിശ്രമിക്കാനുള്ള ഇടമായും ഈ പ്രദേശം ഉപയോഗിക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രരേഖകളിൽ ഇന്നും അവശേഷിക്കുന്ന അപൂർവം അടയാളങ്ങളാണ് തിരുമല വേട്ടമുക്കിലെ ഈ ചുമട് താങ്ങിയും വഴിയമ്പലവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽനടയാത്രക്കാർക്കും ചരക്ക് ചുമന്നു വരുന്നവർക്കും തണലേകിയിരുന്ന ഈ പുരാതന നിർമ്മിതികൾ ഇന്ന് വിസ്മൃതിയിലാവുകയാണ്. അവഗണനയിൽ തകരുന്ന പൈതൃകം ഇവിടെയുള്ള ചുമട് താങ്ങി ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിലും അതിനോട് ചേർന്നുണ്ടായിരുന്ന വഴിയമ്പലം ഇന്ന് പൂർണ്ണമായും തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന് തൂണുകൾ ചരിഞ്ഞ് കാടുപിടിച്ച് കിടക്കുന്ന ഈ വഴിയമ്പലം നമ്മുടെ ചരിത്രത്തോടുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണ്. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ വിശ്രമകേന്ദ്രം അക്കാലത്തെ വാസ്തുവിദ്യയുടെയും പരോപകാര മനസ്ഥിതിയുടെയും അടയാളങ്ങളായിരുന്നു. ഈ ചുമട് താങ്ങിയും വഴിയമ്പലവും കേവലം കല്ലും മണ്ണുമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അധികാരികളോടുള്ള അഭ്യർത്ഥന തകർന്നു കിടക്കുന്ന വഴിയമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായ രീതിയിൽ അത് പുനർനിർമ്മിക്കുകയും വേണം. ചുമട് താങ്ങിയും വഴിയമ്പലവും ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് തയ്യാറാകണം. ആധുനികതയുടെ ഓട്ടത്തിനിടയിലും ഇത്തരം ചരിത്രശേഷിപ്പുകൾ മണ്ണടിയാൻ അനുവദിക്കരുത്. വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് ഇത്. ഇവിടെ കൂടെ ചുമട് താങ്ങിൽ പണ്ടുള്ള ആൾക്കാർ വട്ടിയിലാണ്, കടവത്തിലാണ് ഈ ചുമട് സാധനം കൊണ്ടുപോകുന്നത്. ഈ അരി സാധനങ്ങൾ പല നിരങ്ങൾ തേങ്ങ ഒക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകാനും കന്നാലേക്ക് കൊടുക്കാൻ വേണ്ടി പുല്ല് അറുത്ത് ചുവന്നുകൊണ്ടൊന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെ കഴുത്ത് കഴിക്കുമ്പോഴത്തേക്ക് കാല് കഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് ചുവട് താങ്ങിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലാണ് അവർ എടുത്തു വെച്ച് ആരെയും ആശ്രയമില്ലാതെ ഇതിൽ തിരിച്ചെടുത്തുകൊണ്ട് പോയി ഇറക്കി വെച്ചിട്ട് വിശ്രമിച്ച് വെള്ളവും കുടിച്ചിട്ട് പോകുന്ന സ്ഥലമാണ് ഈ ചുമട് താങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അത് അരുവിക്കര കാച്ചാണി ഒക്കെ നിന്നൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് കാച്ചാണിയിൽ ഒരു വഴിയമ്പലമുണ്ട്, കാച്ചാണി ജംഗ്ഷനിൽ ഒരു വഴിയമ്പലം ഇതേപോലെ ഉണ്ട്, ചുവട് താങ്ങിയുമുണ്ട്. അവിടെ നിന്ന് അവർ ചുവന്ന് നടന്നു വരുന്ന വഴിക്ക് അന്ന് പണ്ട് റോഡൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ കടക്കേണ്ടവരൊക്കെ തന്നെ ആൾക്കാർ ചുവന്ന് വന്ന് ഇതിനെ ഉപയോഗിക്കുന്നത്. മഹാരാജ വേട്ടാറിന് വരുന്ന സ്ഥലമാണ് ഈ കൽമണ്ണോ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് വേട്ടമുക്കെന്നാണ്. അത് വേട്ടമുക്കിൻ്റെ ഒന്ന് വേട്ടയാടി കുതിരപ്പുരം മുക്കെന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്, അവിടെയാണ് കുതിരയെ കൊണ്ട് കെട്ടുന്നത്. പള്ളിമുക്കെന്ന് പറയുന്നത് അപ്പുറത്തൊരു പള്ളിമുക്കുണ്ട്, ജംഗ്ഷനുണ്ട് പള്ളിയിലോട്ട്. അവിടെയാണ് പള്ളിയാടി വേട്ടമുക്കിൽ വന്ന് വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമുക്ക് അറിവുള്ളത്, നമ്മളെ പ്രായത്തിന് കണക്കാക്കിയിട്ടുള്ള അറിവ് പല നമ്മളെക്കാട്ട് മുതിർന്നവർ പറഞ്ഞു എന്ന് കേട്ടിട്ടുള്ളതാണ്. അടുത്തൊരു ചരിത്രത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം.